ഒരുപാട് സന്തോഷം. ഓക്കെ, ഞങ്ങളുടെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മുടെ എയറിലായിട്ടുള്ള താരങ്ങളുടെ ഒരു വൈറൽ കേക്കാണ്. അവർ കേക്ക് ബേക്ക് ചെയ്യാണ്. അപ്പോൾ ശ്രീകണ്ഠൻ സാറ്, നമ്മുടെ ശ്രീകണ്ഠൻ സാറ് കോമഡി മാസ്റ്റേഴ്സിലേക്ക് വരികയാണ്. പുള്ളിയും തുടങ്ങാൻ പോകട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. എനിക്ക് തോന്നുന്നു ഇതൊരു ക്രിസ്മസ് എപ്പിസോഡാണ്. അപ്പൊ ഈ ക്രിസ്മസ് എപ്പിസോഡിന് ഒരു വെറൈറ്റി ആയിട്ട് ഷാജോൺ, എനിക്ക് തോന്നുന്നു ഷാജോണും എന്റെ ഡ്രസ്സും ഏകദേശം ഒരുപോലെയാണ്. കാരണം പലതവണ ഷാജോൺ വന്നിട്ട് എന്റെ ഡ്രസ്സ് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ തവണ സാന്റാക്ലോസ് ആയിട്ട് മാറാൻ പോകുന്ന എലീനി ആയിരിക്കും. അതുപോലെ തന്നെ ശ്വേത അതിനൊപ്പം ഉണ്ടായിരിക്കും. അപ്പൊ എന്തൊക്കെയായാലും ഞങ്ങളുടെ ഈ ഐറ്റം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരുപാട് വൈറലായ വ്യക്തികൾ എയറിലാണ്. അപ്പൊ അവിടെ എയർ കേക്കിംഗ് ബേക്കിംഗ് ആണ്. അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ ഈ തവണ ഏറ്റവും കൂടുതൽ എയറിലായ ഒരു വ്യക്തിയുണ്ട്. കൊച്ചു പയ്യനാണ്. എനിക്ക് ഭയങ്കര സങ്കടമായി. നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ്. നമുക്ക് അദ്ദേഹത്തെ നിറഞ്ഞ കൈയോട് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ബേസിൽ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ബേസിൽ, എനിക്ക് തോന്നുന്നു ബേസിൽ ആകെ ഒരു ഡൗൺ ആയി പോയില്ല ബേസിൽ? അല്ല, സത്യം പറഞ്ഞാൽ ഞാനിപ്പോ മൊത്തത്തിൽ ഡൗൺ ആണ്. കാരണം എന്റെ ഒരു വീഡിയോ കടന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇങ്ങനെ കൈ കൊടുക്കുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞു. അതെ. അപ്പൊ ഞാൻ മൊത്തത്തിൽ വൈറലായി. അത് ടോവി ആയാലും രാജുവാരനായാലും ഇപ്പൊ നസ്രി അടക്കം എന്നെ ട്രോളി അങ്ങ് കൊല്ലാണ്. ട്രോളി കൊന്നോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ബേസിലിന് ഞാൻ ഒരു ഷെയ്ക്കേണ്ടി വന്നിരിക്കാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ഷെയ്ക്കേണ്ടി തരും. അതെ, എനിക്ക് ഇതെല്ലാവരും കഴിഞ്ഞിട്ട് ഷെയ്ക്കേണ്ടി വരണം. കാരണം ഇനി ഒരിക്കലും ഷെയ്ക്കേണ്ടി വരാൻ പോകാൻ പാടില്ല, കേട്ടില്ലേ? മാത്രമല്ല, ഒരുപാട് പേര് വൈറലായിട്ടുണ്ട്. ഇപ്പൊ കല്യാണം കഴിച്ച് വൈറലായ വേറൊരാളുണ്ട്, നമ്മളെ ബാലചേട്ടൻ വരുന്നത്. ബാലചേട്ടാ നമസ്കാരം. ആ ബാല, നല്ലൊരു കൈ കൊടുക്കാം ബാല. ഈ തവണ കല്യാണം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ഞാൻ കൊച്ചി വിറ്റ് പോയി. എന്റെ പുതിയ വീടാ ബാല. അത് പുതിയ വീടല്ല, അത് വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. അത് പറയാൻ പാടില്ല. ഞാൻ ഒരു സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ കല്യാണം കഴിഞ്ഞപ്പോ കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ഏരിൽ കയറുന്ന ആള് ഞാനാണ്. എനിക്കറിയില്ല എന്തിനാണെന്ന്. അതുകൊണ്ട് എന്റെ കല്യാണത്തിനിട്ട പൂമാല ഞാനിവിടെ എന്റെ കേക്കിലേക്ക് സമർപ്പിക്കാൻ വന്നിരിക്കേ. പൂമാല പോയപ്പോ വേറൊരു സാധനം താഴെ പോയി ബാല. അല്ല, അപ്പൊ ഞാൻ പൊട്ടണ. ഞാനിങ്ങോട്ട് വന്നപ്പോ ഒരാളെ കണ്ടു. പുള്ളി കിളി പോയിട്ടിരിക്കേ. ഷൈൻഡോ ചാക്കോ എവരെ? ഷൈൻഡോ ചാക്കോ കിളി പോയിട്ടൊന്നുമില്ല, അവരുണ്ട്. പിന്നല്ലാതെ വില കറിയാതെ കേക്ക് കുറിക്കാൻ വന്നാണോ? ഇവിടെ കേക്ക് കുറിക്കുമ്പോ എന്റെ കാര്യം പറയണ്ടേ? പറയാൻ വേണ്ടിയല്ലേ ഇവിടെ നിക്കണേ, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ക്രിസ്മസ് ആകുമ്പോ ഞങ്ങൾ രണ്ടെണ്ണം അടിക്കും. ഷാൻചേട്ടൻ നമ്പർ ഇടണം, അതുപോലെ അഖില് നമ്പർ ഇടണം. ബാക്കിയുള്ള ഒരു എത്ര ഇട്ടും കുഴപ്പമൊന്നുമില്ല. ഈ കേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോണു. ഈ കേക്കിനകത്തേക്ക് ഒരു റമ്മ് ഒഴിച്ചും റമ്മ് എന്റെ തക്കുരുവിനെ കൂടി തക്കുടൂനെ മാറ്റിയിട്ട് റമ്മനകത്തേക്ക് ഒഴിക്കും. എന്നിട്ട് അതിനകത്തേക്ക് രണ്ട് സൈഡിലും ബീഡി കത്തിച്ച് വയ്ക്കും. ഈ കേക്ക് വെച്ചിട്ട് ഓരോ ബീഡി വലിച്ചു കഴിഞ്ഞാൽ ഈ തീരുന്ന പ്രശ്നമുള്ളത് നിങ്ങൾക്ക് പറയുന്നത് കാര്യമില്ലെന്ന്. അത് കല്യാണം കഴിക്കുന്നത് എളുപ്പമുള്ള പരിപാടിയല്ലേ, ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ കൂടെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾക്ക് കേക്ക് കൊടുത്ത് വയറിലായ ഒരു പയ്യനുണ്ട്, ഒരു കൊച്ചു പയ്യൻ, നമ്മുടെ നെസ്ലിനെ അറിയില്ലേ? ഷാൻചേട്ടൻ വാ വിളിച്ചിരിക്കുന്നു. നെസ്ലിനെ അറിയില്ല? എന്ത് പണ്ടായിരുന്നത്? ബീറും ഇങ്ങനെയാണോ കേക്ക്? ഇങ്ങനത്തെ കേക്കൊന്നും ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഭാഗത്ത് കഴിക്കാറില്ല. ഒരിക്കലും ഇത് ഭയങ്കര മോശമായി പോയി. കാരണം ഞങ്ങളൊക്കെ പിള്ളേരല്ല കേട്ടോ. പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ? പിള്ളേരല്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ എയറിലാവണേ, അറിയില്ലേ? അത് പറഞ്ഞിട്ടല്ല, പല പിള്ളേരും അങ്ങനെ എയറിലായിട്ട്. എന്നെ അങ്ങനെ എയറിലാക്കാൻ നോക്കണ്ട. ഇപ്പൊ ഞങ്ങള് വേറൊരാൾ വന്നിട്ടുണ്ട്, കാറിടിച്ച് വയറിലായ വേറൊരാള്. ബൈജുവേട്ടാ, ഇത് മോശമല്ല കേട്ടാ. വണ്ടേക്കാകുമ്പോ തട്ടും. ഒരുമാതിരി വർത്തമാനം പറയരുത് കേട്ടോ. അതെന്തായിട്ട് ഞാൻ നല്ല കാര്യമല്ലേ പറഞ്ഞത്? കേക്കിന്റെ പേരൊന്ന് പറയാവോ? ഇത് പ്ലം കേക്ക്. ഇത് ബീർ ഒഴിച്ചു കഴിഞ്ഞാൽ ബിയർ കേക്ക്, റം ഒഴിച്ചു കഴിഞ്ഞാൽ റം കേക്ക്, അല്ലാണ്ട് എന്നാ കേക്ക്? ഇത് ഒരു മര്യാദ വേണ്ടേ? ഒരു മര്യാദ. നിങ്ങളെ പേര് വല്ല ഇട്ടിട്ടുണ്ടോടെ? പേരിട്ടുണ്ട്, എയർ കേക്ക്. എയർ കേക്ക് അല്ലേ? 24 മണിക്കൂർ ഏറി പോണ ഒറ്റാളേ ഉള്ളൂ. ദുബായ് ടു കൊച്ചി, കൊച്ചി ടു ദുബായ്. RJ മിഥുൻ. ഏറ്റവും കൂടുതൽ എയറിലായ വ്യക്തി ഇപ്പൊ ഞാനാണ്. എന്റെ ഒരു ക്ലാപ്പ് എന്ന് പറയുന്നത് ഇതുപോലെയല്ല, ഈ ഒരു ലെവലിലാണ് എന്റെ ക്ലാപ്പ്. എങ്ങനെയാണ് എയറിൽ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാനിവിടെ ഷൂട്ട് കഴിഞ്ഞ് നേരെ ദുബായിക്ക് പോകും, ദുബായിൽ നേരെ കൊച്ചിക്ക് വരും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കേക്കിലിടാൻ വേണ്ടിയിട്ട് ഒരു ഈന്തപ്പഴം പറിക്കാൻ നേരെ പനയുടെ മടലേക്ക് പിടച്ചു കയറി. അങ്ങനെ എയറിലായ ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ
ഒരു ഈന്തപ്പഴം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു ഈന്തപ്പഴം നേരെ നമ്മുടെ പക്രു ചേട്ടന് കൈമാറുകയാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പക്രു ചേട്ടാ. നമസ്കാരം. ഒരുപാട് സന്തോഷം. താങ്ക് യു മിഥുൻ. പക്രു ചേട്ടൻ സത്യം പറഞ്ഞ് തിന്നു കളയരുത്, ഇതിനകത്ത് ഇടാറുള്ളതാണ്. കാരണം ഇത് ഇവിടെ ഇരിക്കട്ടെ. മലയാള സിനിമയിൽ പലരും എയറിലായിക്കൊണ്ടിരിക്കുകയാണ്, അതെ. നമുക്കറിയാലോ. കാരണം ഏറ്റവും വലുതായിട്ട് എയറിലായത് നമ്മളുടെ എൻ്റെ ഏറ്റവും സുഹൃത്തായിട്ടുള്ള ടിനിച്ചേട്ടനാണ്. ടിനി ഇപ്പൊ എവിടെയാണ്? ബഹിരാകാശത്താണോ? അല്ല ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ ടിനിച്ചേട്ടെന്ന് വിളിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഞാൻ പലതവണ ഇപ്പൊ ഏറി പോയിട്ട് നേരെ സ്റ്റാർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ്മസിന് നിങ്ങൾ വീട്ടിൽ സ്റ്റാർ നോക്കുന്നുണ്ടെങ്കിൽ എന്റെ പടമുള്ള സ്റ്റാർ ആയിരിക്കും. കാരണം അത് മേലേക്ക്, കാരണം ഇദ്ദേഹത്തെ ഞാൻ ജപ്പാൻ, കാനഡ, നൈജീരിയ, ബീഹാർ മുതലായ എല്ലാ രാജ്യങ്ങളിലും ബീഹാർ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ എളി വെച്ച് കൊണ്ടുപോയിട്ടുന്ന ആളാണ്. ഇപ്പൊ പുള്ളി എയറിൽ താഴെയായിട്ട് ഞാനിപ്പോ എയറിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതാരാണിത്? ഈ സൗണ്ട് ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. അല്ല, ഇത് ഞാൻ ഉദ്ദേശിച്ച സൗണ്ട് അല്ല, ഇത് വേറെ രണ്ടാണ്. ഉണ്ണി, നമ്മുടെ സ്വന്തം ഉണ്ണി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണി ഉണ്ണി മൂന്തൻ. എന്താ പറയാ, ക്രിസ്മസ് ആയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ ഞാന് കേക്ക് കഴിക്കില്ല, കാരണം ഞാന് മുട്ടയുടെ ഉണ്ണി മാത്രമേ കഴിക്കൂ. എനിക്ക് അതാണ് ഉണ്ണി മൂന്തൻ. അതാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഉണ്ണി ആയതുകൊണ്ട് മുട്ടയുടെ ഉണ്ണി മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ഇതിന് ശേഷം മിമിക്രി ഉണ്ട്, ആരും പോകരുത് കേട്ടോ. ഇത്ര എയറിലായത് പോരെ, ഇനിയും വേണോ? അല്ല, ഉണ്ണി ഉള്ളതുകൊണ്ട്. ഇവിടെ സുരേഷ് ചേട്ടനെ ഞാൻ എവിടെ കണ്ടായിരുന്നു? സുരേഷ് ചേട്ടൻ ഞാനിവിടെ ഉണ്ട്. ഒരുപാട് സന്തോഷം. ഏറ്റവും കൂടുതൽ ഈ കേക്കെന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ട് ഈ കേക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് ഓരോ ജില്ലകളിലേക്കും കയറ്റി അയക്കാനുള്ള നടപടിക്രമങ്ങൾ ഷാജോൺ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ശ്വേത ഏറ്റെടുക്കണം. ഡൽഹിയിൽ മോദിജിയോട് ഞാൻ പറയാം, ശ്വേത ഉടനെ പോയി അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം. സുരേഷ് അണ്ണനാ ഇത്? ഞാൻ സുരേഷ് അണ്ണനല്ല, സുരേഷ് ജി. സുരേഷ് ജി, എനിക്ക് വിജയണ്ണനെ കാണണം. വിജയണ്ണനെ കാണണമെങ്കിൽ 1231. ഹേ ഭാസ്കര, വായടക്കേ. ഇതെന്താ കേക്കോ? കേക്കിൽ എന്താന്ന് വെച്ചേട്? അണ്ടിപ്പരിപ്പോ, മുന്തിരിങ്ങോ, കശുവണ്ടിയോ, ബദാമോ? എന്റെ വക വടക്കനാഥ ക്ഷേത്രത്തിലെ കുറച്ച് ചന്ദന വിട്ട് കൊടുത്താൽ. നിങ്ങളൊന്നും പറഞ്ഞാ പോരാ, ആറാട്ടെണ്ണം പറയണം കേക്കിന് റിവ്യൂ പറയണമെങ്കിൽ. ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ പേര് സന്തോഷ് എന്നാണ്. അപ്പൊ ചിലർ ആറാട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ വരുന്നത്. സന്തോഷ്, ഒരുപാട് നല്ല കേക്കാണ്, സൂപ്പർ കേക്കാണ്. സന്തോഷ് എന്റെ പേര് ക്രിസ്മസിന് നീ എന്റെ കേക്കും കൊണ്ട് പോയില്ലേ? എന്റെ പേര് സന്തോഷ് എന്നാണ്. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കി എനിക്ക് വിജയണ്ണനെ വിജയനെ കാണും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ഏറ്റവും കൂടുതൽ ക്രിസ്മസ് രാവിലെ ഏറ്റവും കൂടുതൽ ഒരു സസ്പെൻസ് പൊളിക്കുകയാണ്. വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്ത ലേഡീസ് ലിസ്റ്റാണ് ഈ കാണുന്നത്. അത് നിങ്ങൾക്ക് ഐശ്വര്യമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റി കാണാം. ഏറ്റവും കൂടുതൽ പ്രപ്പോസ് ചെയ്ത ലിസ്റ്റാണ് കാണാൻ പറ്റിയ ഇത്രയും ലേഡീസിനെ പ്രപ്പോസ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളെ കല്യാണം കഴിഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിടുവാണ്. ഞാൻ പൊട്ടനല്ല. ഞാൻ പൊട്ടനല്ല. എനിക്ക് വിജയണ്ണനെ കാണണം. നനച്ച വണ്ടി കയറി എനിക്ക് വിജയണ്ണനെ കാണണം. അല്ല, ഞാൻ KB ഗണേഷ് കുമാർ. നനച്ച വണ്ടി എന്ന് പറയുന്നത് KSRTC. അതുകൊണ്ട് നനച്ച വണ്ടിയുടെ കാര്യം പറയണ്ട, വേറൊന്നുമല്ല. നനച്ച വണ്ടി അത് മാറ്റി, ആ നനഞ്ഞ വണ്ടിയാണ്, മലയാളത്തിൽ പറഞ്ഞ നനഞ്ഞ വണ്ടിയാണ്. ആ നനഞ്ഞ വണ്ടി മാറ്റി ഇപ്പൊ എല്ലാം ക്ലീൻ ആക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വഴിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും KSRTC വഴി കേക്ക് എത്തിക്കാനുള്ള പരിപാടി നോക്കും. നിങ്ങൾക്ക് വിജയണ്ണൻ ആരാന്നറിയോ? എന്താണെന്നറിയോ? വിജയണ്ണൻ ആരാണെന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വിജയണ്ണൻ എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയണ്ണനെ അറിയാത്ത ആരുമില്ല. എല്ലാവർക്കും വിജയണ്ണനെ അറിയാം. അതാ എനിക്കൊരു വിജയണ്ണൻ അറിയില്ലേ? എന്റെ വിജയണ്ണൻ. നിനക്ക് എന്റെ അണ്ണൻ ശിവനെ അറിയോ? ഇല്ല. അറിയില്ലേ? ഇല്ല. നമുക്ക് കങ്കുവ കാണാൻ പോവാ. കങ്കുവ കാണാൻ വേണ്ടി നേരെ എനിക്ക് വിജയണ്ണനെ കണ്ടാ മതി, കങ്കുവ വേണ്ട. നീ എന്റെ തക്കുരു കണ്ടിട്ടുണ്ടോ? തക്കുരു ഇല്ല. നമുക്ക് അത് കാണാം, ആദ്യം ഒരുപാട് കാണാനുണ്ട്. തക്കുടു വേണമെങ്കിൽ അവിടെ ഓർമ്മ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് നോക്കൂ. ഒരുപാട് വിജയുടെ തക്കുരു അവര് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ വിജയണ്ണനെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിരുന്ന KSRTC വഴി. പക്ഷെ ആഗ്രഹം പാലസായിച്ചിരിക്കുകയാണ്. ഇപ്പൊ ശ്രീകണ്ഠൻ സാറിന് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്തൊക്കെയായാലും ഗണേഷി അവ വലിയൊരു സന്തോഷമാണല്ലേ. നമുക്ക് ഏറ്റവും വലിയ അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമായിട്ട്. കാരണം അത് കുറെ നാളായിട്ട് ആ പാവം കരഞ്ഞുകൊണ്ട് നടക്കുക. അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു. അപ്പൊ എന്തൊക്കെയായാലും ഈ ക്രിസ്മസ് രാവിലെ ഒരു സന്തോഷകരമായ വാർത്ത, വിജയണ്ണനെ
കാണാൻ ഉണ്ണിക്കണ്ണൻ നേരെ ചെന്നൈയിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ ബാല അതിന് ഒരു ചാൻസ് കൊടുത്തു എന്നുള്ളതാണ്. ബാല അല്ലേ ലീന, ബാല കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ ബാല കൊടുക്കട്ടെ, നമുക്ക് ഈ കേക്ക് മുറിച്ച് ഈ ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. മൂന്നാളും ഒരു നോൺ സ്റ്റോപ്പ് എക്സലന്റ് സ്ക്രിപ്റ്റിംഗ്, എക്സലന്റ് പെർഫോമൻസ്. മാഡം. ഉണ്ണിക്കണ്ണനാണെങ്കിലും എല്ലാരും ആക്ച്വലി ബാല, നമുക്കറിയുന്ന ടിനിയേട്ടനും എല്ലാരും, നമുക്ക് പക്രു ചേട്ടൻ, എല്ലാരും, സുരേഷ് ചേട്ടൻ, എല്ലാരും ഒരുപാട് വോയിസുകൾ വന്നല്ലേ, കേൾക്കാത്ത കുറെ വോയിസ് വന്നു. ഏറ്റവും ബെസ്റ്റ് യൂഷ്വലി അവരെങ്ങനെയാ പറയാ, ഓരോരോ ആർട്ടിസ്റ്റ് വരിക, പിന്നെ അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് എടുക്കുക, അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു കോർത്ത് സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് സൂപ്പർ ആയത്. അതെ, ഞങ്ങൾ ആദ്യം ഇത് ജസ്റ്റ് അരുൺ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞു, ജസ്റ്റ് മെൻഷൻ ചെയ്തപ്പോൾ പുള്ളിയോട് ഞങ്ങൾ കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തപ്പോൾ ഗ്രൂമേഴ്സിനോട് പറഞ്ഞ സജഷനൊക്കെ വെച്ചിട്ടാണ് ഇത് ഫൈനലൈസ് ചെയ്തത്. നല്ല റൂമേഴ്സിന് വലിയൊരു കൈയടി. യെസ്, അഖിലിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നു ഇവിടെ. എന്തിന് അല്ലേ? ഇല്ല, എന്നാലും അഖില് പറഞ്ഞ അഖിൽ ഒരാളെ കൊണ്ടൊരു ടീമിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നത് തന്നെയാണ്. സംശയമില്ല. അതെ, അഖില് പറഞ്ഞു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് സച്ചിൻ കിടിലൻ പ്ലെയർ ആണ്. പക്ഷെ സച്ചിന്റെ കോച്ച് സച്ചിന്റെ അത്ര കളിക്കണമെന്നില്ല. അല്ല, പക്ഷെ സച്ചിന്റെ കോച്ച് ബിന്ദു പണിക്കരില്ല. ഇല്ലേ അമ്മ അമ്പലത്തില് റച്ചറ് എവിടെ പോയിട്ട് ഇതൊക്കെ ഇറങ്ങി എന്റെ അടുത്ത് തന്നെ വരും. ഇനി ഈ 2024 ചില സാധനങ്ങൾ എത്ര പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ ഇനി 2024 അവസാനം വരെ ഇത് എന്തായാലും ഓടും. 2025 ഇത് ഓടാൻ തുടങ്ങുക. 2025 ഇത് വൈറലായി ഓടിക്കും. ഇവൻ മിമിക്രി അസോസിയേഷൻ ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാ. ഞാൻ ഇവിടെ ഇറങ്ങി ഉടനെ ഞാൻ ഗ്രൂപ്പിലിടും. പിന്നെ പറയണോ? പിന്നെ ടിനി അത് ഏറ്റെടുത്തോളും. പിന്നെ അതങ്ങ് പൊക്കോളും. അങ്ങനെ ക്രിസ്മസ് പൊടി പൊടിച്ചതിന്റെ ഭാഗമായിട്ട് ഇവരുടെ മിമിക്രിങ് കൂടി ആയപ്പോഴത്തേക്കും കിഡിലായിരുന്നു. താങ്ക് യു. കാരണം ഇവരോടൊന്നും ശരിക്കും താങ്ക്സ് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. ഇവിടെ തന്നെ പെർഫോം ചെയ്ത് ഇവിടുന്ന് വൈറലായി. ഇവരിപ്പോ ഞാൻ തന്നെ ആങ്കർ ചെയ്യുന്ന പല വേദികളിൽ ഇവരാണ് സ്റ്റാർസ്. അതുകൊണ്ട് ഇവരെ എപ്പോഴും കാണുന്നില്ല, അതിലേറെ സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് സ്റ്റേജുകൾ ലഭിക്കട്ടെ. ഇതുപോലെ തന്നെ കിടിലമായിട്ട് മുന്നോട്ട് പോട്ടെ. മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. റിഷാദില്ലേ, ഇവന്റെ സ്വന്തം ശബ്ദവും മറന്നു. അന്ന് ഇവിടെ ഫ്ലോറിലൊന്ന് കാണുമ്പോ ആദ്യം വന്നിട്ട് സുരേഷ് ഏട്ടന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ചോറ് കഴിച്ചു എന്ന് വെച്ചത് ബാലയുടെ ശബ്ദത്തില്. ഇതാണ് എന്റെ ഒറിജിനൽ വോയിസ്. നമ്മൾ അല്ലാണ്ട് സംസാരിക്കുമ്പോ സംസാരിക്കാം. എന്നാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, നല്ലപോലെ പോകണല്ല. ഇപ്പൊ എങ്ങനെ പോകുന്നു? സ്റ്റേജിലൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ടോ? ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. സന്തോഷമായില്ലേ? എവിടെ മോന്റെ വീട് എവിടെയാണ്? കൊല്ലത്ത് എവിടെയാണ്? പാരിപ്പള്ളി. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, ഉപ്പ, 2 അനിയത്തി, പിന്നെ ഇക്ക, പിന്നെ ഞാനും. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, നമ്മളൊക്കെ പെട്ടെന്ന് കാണുമ്പോ ഞാൻ ഇർഷാദായിട്ട് കുറെ തവണ നമ്മൾ മീറ്റ് ചെയ്ത് നമ്മൾ നല്ല കൂട്ടുകാരാ. അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് വിളിക്കും, ഏളേനാ. അപ്പൊ ഞാൻ ഇവിടെ ബാലച്ചേട്ടനോ ഇങ്ങനെ എന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു അല്ലാതെ മിണ്ടുമ്പോഴും ഇടയ്ക്ക് ബാലച്ചേട്ടൻ കല്യാണം നടത്തി കൊടുത്തു. എവിടെ പോയാലും ബാലച്ചേട്ടൻ എല്ലാ ഇന്റർവ്യൂ നോക്കിയാലും ബാലച്ചേട്ടന്റെ ബാലക്കാട്ടിന് മുമ്പ് അല്ലെ വീട് വെച്ചു കൊടുത്തു. അതെ, എവിടെ പോയാലും പുള്ളിക്കാരന്റെ ഫേസ് ആണ് ആദ്യം വരുന്നത്. ഈ റിഷാദ് പണ്ട് എനിക്കറിയില്ലായിരുന്നു. റിഷാദ് പണ്ട് മുതലേ നമ്മുടെയൊക്കെ പരിപാടി കാണാൻ വേണ്ടിട്ട് ഉത്സവപ്പറമ്പിൽ വരുമായിരുന്നു. അന്ന് നീ മറ്റേ ബിന്ദു പണിക്കർ അഖിൽ, ഇനി നീ മിണ്ടാണ്ടിരിക്കുന്ന ഉറക്കോ കളഞ്ഞ് ഒരാവശ്യമില്ലാതെ പരിപാടി ഉത്സവപ്പറമ്പിൽ കിടന്ന് കറങ്ങി. അതുകൊണ്ടേ എനിക്കിപ്പോ ഇത് പറയേണ്ടി വന്നത്. അല്ല, ഞാൻ അഖിൽ ചേട്ടന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ട് എന്റെ എനിക്ക് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഞാനിങ്ങനെ കാണാൻ വേണ്ടി പോകും. അന്ന് ചെയ്ത ഏതായിരുന്നു ഓർക്കുന്നത്? ബിന്ദു പണിക്കറിന്റെ വോയിസ് ചെയ്യൂലടാ, സത്യം പറയടാ. ചെയ്യുമായിരുന്നു ഒന്ന് കേട്ടിട്ടുണ്ടോ? പുള്ളി അതേ ചെയ്യത്തുള്ളായിരുന്നു. പറഞ്ഞിട്ട് നടക്കുക. ക്ഷമിക്കണം കേട്ടോ. നീ ബിന്ദു പണിക്കർ എടുക്കോ? റിഷാദ് ബിന്ദു പണിക്കർ എടുക്കോ?
ഭാഗ്യം. അതുകൊണ്ടല്ല ഇത് കഴിയുമ്പോ ബിന്ദു പഠിക്കാൻ എന്നെ അങ്ങ് എടുക്കും. ഇവരെ രണ്ടുപേരെയും കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എല്ലാ പെർഫോമൻസും നിങ്ങളുടേതും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഒരുപാട് ഫാൻസും ഫോളോവേഴ്സും ഒക്കെ ഉള്ള ടീമുകളാണ് നിങ്ങൾ രണ്ടുപേരും. പിന്നെ നമുക്ക് ഒന്നിച്ച് കൂടാം അല്ലെ? അതുപോലെ തന്നെ ക്രിസ്മസും വിശേഷ ദിവസങ്ങളിലും ഒക്കെ. അപ്പൊ നമുക്ക് ഇവർക്ക് സമ്മാനമൊക്കെ കൊടുക്കണ്ടേ? ഗിഫ്റ്റ് കൊടുക്കാം. ശ്വേത ചേച്ചി, ഷാൻ ചേട്ടാ, പ്ലീസ് ജോയിൻ. നമ്മുടെ 3 കിടിലങ്ങൾക്കും ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം. ലണ്ടൻ ക്ലാസിക് നൽകുന്ന അടിപൊളി ഷർട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സന്തോഷമായില്ലേ? സാധാരണ ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യാന്നറിയോ? ഈ ബ്രേക്ക് പറയുമ്പോൾ ഈ ഒരു സ്റ്റാറിന്റെ വോയിസിൽ കേട്ടാൽ കൊള്ളാം എന്നൊക്കെ പറയും. അപ്പൊ ഇന്ന് നമുക്ക് ബിന്ദു പണിക്കർ ചേച്ചിയുടെ വോയിസ് അവിടെ വെച്ചിട്ട് നമുക്ക് ബ്രേക്ക് 9,000 വയസ്സ് കേട്ടാലോ? അതാരെടുക്കും? നോബി നന്നായിട്ട് ആണോ നോബി ചേട്ടാ? നോബി ഒന്ന് ചെയ്തടാ പ്ലീസ് ചെയ്യൂ നോബി ചേട്ടാ. ഫോണിൽ പ്രോഗ്രാമിന്റെ ആളാണ്. ആരാ ശരിക്കും ചെയ്യാ? ചേട്ടാ അല്ല ശരിക്കും ആരാ എടുക്ക? നയനാരപ്പൂപ്പന്റെ അല്ല അതെന്താ വെച്ചാൽ എന്റെ എഴുത്തിനിരുത്തിയ നയനാരപ്പൂപ്പനാണ്. ഞാൻ അപ്പൂപ്പ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ഒന്നിപ്പോ അറിയോ? നല്ല രസമായിരിക്കും. ആരാ ചെയ്യുന്നത്? അത് വെറുതെ പറഞ്ഞു. ഞാൻ എന്റെ 5ാം ക്ലാസ്സില് കോമഡി CD കണ്ടു തുടങ്ങിയതാണ്. അപ്പൊ അത് ആരെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഒന്നും പ്ലീസ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്തു. ഇങ്ങനെ പണ്ട് ചെയ്തെന്ന് പറഞ്ഞ ഓരോരുത്തർ ചെയ്തിട്ട് ഇപ്പൊ കണ്ടെന്നും വഴി ഒന്ന് നോക്കാം, ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം, ഒന്ന് ട്രൈ ചെയ്ത് കിട്ടുമോ ഒന്ന് നോക്കില്ലെങ്കിൽ നമുക്ക് വിടാം. ഒന്നുകൂടെ ഇല്ലെങ്കിൽ നമുക്കത് കളയാം. ഒരിക്കലും കോട്ടം തൊട്ടില്ല. ഹലോ, നമസ്കാരം. ആരായത്? എവിടുന്നാ വിളിക്കുന്നേ? പറഞ്ഞോ. ആണല്ലേ? രമണന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അന്വേഷണം പറയണം കേട്ടാ.